നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന ഘടകം നൽകിയ റിപ്പോർട്ട് PB തള്ളിയതോടെ പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. CPM ഒരു പൊട്ടിത്തെറിയുടെ വക്കിലുമാണ്. നിയമസഭാ ചർച്ചയിൽ വിമർശനം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് KN ബാലഗോപാൽ പരസ്യമായി ചോദിച്ചത് ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനവുമാണ്. തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പാർട്ടിയെ കുറ്റക്കാരനാക്കിയാണ് സംസ്ഥാന ഘടകം റിപ്പോർട്ട് നൽകിയത്. എന്നാൽ നേതൃത്വത്തിന്റെ പിഴവാണ് തോൽവിക്ക് കാരണമായതെന്നാണ് ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലുമൊക്കെ വിമർശനം വന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നും ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്നുമൊക്കെ പാർട്ടി യോഗങ്ങളിൽ ആവശ്യമുയർന്നിരുന്നു. എന്നാൽ ഇതെല്ലാം തിരുത്തി പാർട്ടിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് PBയിലേക്ക് സംസ്ഥാന ഘടകം റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഇത് PB തള്ളിയത് സംസ്ഥാന ഘടകത്തിന് വൻ തിരിച്ചടിയുമായി. കേരളത്തിലുണ്ടായ അസാധാരണമായ തിരഞ്ഞെടുപ്പ് തോൽവി യോഗം ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് ചെയ്തത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ ജനരോഷം വന്നത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി ഇനിയും പഠിച്ചിട്ടില്ലെന്നും അത് ഇനിയും പഠിക്കണമെന്നുമാണ് PB നിർദ്ദേശിച്ചത്. അതായത് സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിക്കാൻ PB തയ്യാറായില്ല. പിണറായിയുടെയും സർക്കാരിന്റെയും ശൈലിയിൽ ആദ്യമേ തിരുത്തൽ വേണമായിരുന്നുവെന്നാണ് PB യോഗത്തിൽ വിമർശനം വന്നത്. കനത്ത തോൽവിയിൽ ചില വ്യക്തികൾക്ക് നിർണായക പങ്കുണ്ടെന്നും PBയിൽ വിമർശനമുണ്ടായി. തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കാൻ പാർട്ടി സംസ്ഥാന ഘടകത്തോട് പോളിറ്റ് ബ്യൂറോ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയിലെ ഉന്നത നേതാവ് പിണറായി വിജയനേക്കാൾ ഇത് ബാധിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെയാണ്. കേന്ദ്ര ഘടകത്തിൽ നിന്നും സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നടപടി വരാനുള്ള സാധ്യത ഇപ്പോൾ ഏറെയാണ്. രണ്ട് പാർട്ടി കോൺഗ്രസുകൾക്ക് ഇടയിലുള്ള കേന്ദ്ര കമ്മിറ്റിയാണ് ഈ മാസം കൂടാൻ പോകുന്നത്. കേന്ദ്ര കമ്മിറ്റി എടുക്കുന്ന തീരുമാനം പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിന് തുല്യവുമാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോട് തൽക്കാലം മാറി നിൽക്കാൻ കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചുകൂടുന്നില്ല. കുറച്ചു മാസം അവധിയിൽ പോയി പകരം ചുമതല മറ്റൊരാൾക്ക് കൈമാറണമെന്നും നിർദ്ദേശം വരാം. സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് PB തള്ളിയത് നിലനിൽക്കുകയുമാണ്. ഈ റിപ്പോർട്ട് PB അംഗീകരിച്ചിരുന്നുവെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾക്ക് ഇടവരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസം വരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം MV ഗോവിന്ദനെ സംബന്ധിച്ച് നിർണായകമാണ്. ഇത് മുന്നിൽ കണ്ടാണ് തന്നെയും പിണറായിയെയും ഒന്നും മാറ്റാനൊന്നും പോകുന്നില്ലെന്ന് പാർട്ടി യോഗത്തിൽ ഗോവിന്ദൻ തന്നെ തുറന്നടിച്ചത്. പാർട്ടിയിലും മുന്നണിയിലുമുള്ള പിണറായിയുടെ പിടി അയഞ്ഞെന്നും പിണറായി അതീവ ദുർബലനായി മാറിയെന്നുമാണ് CPMനുള്ളിലുള്ള വിമർശനം. ഇതിലും കടുത്ത രോഷത്തിനാണ് ഗോവിന്ദൻ ഇരയായിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം പിണറായിയെയും ഗോവിന്ദനെയും സംബന്ധിച്ച് നിർണായകമായി മാറുകയാണ്.